ഹായ് ഹലോ, ഇത് ആര്യ അരുണാണ്. നീര് വൺ നൈറ്റൂസ് മാം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ഒഴിച്ചേറിയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ ഇന്നിവിടെ എടുത്തേക്കുന്നത് ഒരു കുഞ്ഞ് വെള്ളരിക്ക കഷ്ണവും ഒരു മാങ്ങയാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴേ എല്ലാവർക്കും കത്തിയിട്ടുണ്ട് ഇന്ന് എന്ത് കറിയാണ് ഉണ്ടാക്കാൻ പോകണേന്ന്. അതേട്ടോ, ഞാൻ വെള്ളരിക്ക മാങ്ങ ഉണ്ടാക്കാൻ പോകുന്നത്. മുരിങ്ങയ്ക്കായില്ല കേട്ടോ, മുരിങ്ങയ്ക്കയും കൂടി ഉണ്ടായിരുന്നെങ്കിലും ഒന്നും കൂടെ കിടുവായേനെ. അപ്പം നമ്മൾ തലേന്നേ ആലോചിച്ച് കൂട്ടി വെക്കണം കേട്ടോ, പിറ്റേന്ന് എന്ത് ഉണ്ടാക്കണം എന്ന്. കാരണം ലഞ്ചിനൊക്കെ കൊടുത്തു വിടേണ്ട ദിവസമാണെങ്കിലും നമ്മൾ ആലോചിച്ചിരുന്ന് നമുക്ക് ആകെ കൺഫ്യൂഷനാവും. അതേസമയം നമ്മൾ തലേന്നെല്ലാം ഓർത്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് ടപ്പേന്ന് നടക്കും കേട്ടോ. അപ്പം ഞാൻ തലേന്നേ ആലോചിച്ച് വെച്ചു. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്ക കൂട്ടനും മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വെള്ളരിക്ക മാങ്ങയാവാമെന്ന്. നാട്ടിലൊക്കെ ചക്ക സീസൺ ആയതുകൊണ്ട് എല്ലാവരും ചക്കക്കുരു മാങ്ങയൊക്കെ ഉണ്ടാക്കി അറുമാതിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. പാവം ഞാൻ, എനിക്കിവിടെ ചക്കക്കുരു ഒന്നും കിട്ടാഞ്ഞത് കൊണ്ട് വെള്ളരിക്ക കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചക്കക്കുരു കേടാവാത്ത രീതിയിൽ സൂക്ഷിച്ച് വെക്കണം, ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി തൊലിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. വേണമെങ്കിൽ സാമ്പാറിനൊക്കെ കഷ്ണം അരിയുന്ന പോലെ ആക്കിയെടുക്കാം. ഇവിടെ ഒരുപാട് വലുപ്പത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ ചിലവായി പോവില്ല കേട്ടോ. ചെറിയ കഷ്ണങ്ങളാവുമ്പോഴത്തേക്കും പിന്നെ ആ കൂടെ തന്നെ ഒന്ന് പകുതി വെന്തലിയുമല്ലോ, പിന്നെ ആ ചോറിൻ്റെ കൂടെ അങ്ങ് കഴിച്ചോളൂ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇതെല്ലാം എടുത്ത് മാറ്റി മാറ്റി അങ്ങ് വെക്കും. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാണെങ്കിൽ അവർക്കും കഴിക്കാനും ഒരിഷ്ടം തോന്നും, കാണുമ്പോഴും ഒരു ഭംഗിയും തോന്നും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് വെള്ളരിക്ക മാങ്ങയും കറി വെക്കുമ്പോഴേക്കും അരിയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കട്ടെ. പണ്ടൊക്കെ ഇങ്ങനെ വെള്ളരിക്ക മാങ്ങയൊക്കെ കറി വെച്ചാൽ കൂട്ടാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. എനിക്ക് പണ്ട് മീനൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പം അങ്ങനെ ചിക്കനോ മീനോ ഒക്കെ മേടിക്കുന്ന സമയത്ത് ഒരു സൈഡ് കറി പോലെയാണ് വീട്ടിൽ വെള്ളരിക്ക മാങ്ങ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ കല്യാണം കഴിച്ചൊക്കെ പോയപ്പം നമുക്കങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. ഇഷ്ടത്തിന് വെക്കാൻ പറ്റില്ലെന്നല്ല, നമ്മുടെ ഇഷ്ടത്തിന് മാത്രമല്ലല്ലോ പ്രാധാന്യം. അങ്ങനെ ആയപ്പം എല്ലാ കറികളും വെക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കറികൾക്കൊക്കെ ഭയങ്കര സ്വാദ് കൂടി. ഇത് ശരിക്കും എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് വീട്ടിലുണ്ടാക്കുന്ന സമയത്തൊക്കെ, അതായത് എൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഞാനവിടെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഏട്ടൻ്റെ അച്ഛമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെള്ളരിക്ക കൊണ്ടുവരുമ്പോഴേ എന്നോട് പറയും, എന്നെ വീട്ടിൽ മുത്തേന്നാട്ടോ വിളിക്കണേ. അപ്പോൾ എന്നോട് പറയും, മുത്ത് വെക്കണ പോലെ വെച്ചോട്ടോ, വെള്ളരിക്ക മാങ്ങ ആയിക്കോട്ടെ എന്ന് പറയും. അപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തോടെ പോയി കറി വെക്കും കേട്ടോ. എന്നിട്ട് എല്ലാവരും നല്ല ടേസ്റ്റാന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. അപ്പോൾ നമ്മുടെ അമ്മയുടെ റെസിപ്പി തന്നെ ആയിക്കോട്ടെ. അങ്ങനെ വെള്ളരിക്കയെല്ലാം കുനുകുനാന്നരിഞ്ഞ ശേഷം ഞാൻ വെള്ളരിക്കയും മാങ്ങയും കൂടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്നു കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാങ്ങയുടെ തൊലിയോട് കൂടി തന്നെ അരിഞ്ഞിടാം. ഞാൻ ഇങ്ങനെ തൊലി ചെത്തി കളഞ്ഞിട്ടാണ് കേട്ടോ. ചില മാങ്ങ എടുക്കുന്ന സമയത്ത് കയ്പ്പ് പോലെ ഫീൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചവർപ്പ് നമുക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനത്തെ മാങ്ങയാണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ഒന്ന് തൊലി ചെത്തിയിട്ട് ചെറുതാക്കി മുറിച്ചിടുന്നുണ്ട്. ഒരുപാട് ചെറുതാക്കി മുറിക്കുന്നില്ല കേട്ടോ, കാരണം പുളി അഥവാ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റണമല്ലോ, അതുകൊണ്ട്. അപ്പം ഞാൻ ഈ ഒരു പീസേ ഇടുന്നുള്ളൂ, കാരണം ഇങ്ങനെ ഞാനൊന്ന് ഒടിച്ച് വായിൽ വെച്ച് നോക്കുമ്പോൾ നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് ഈ ഒരു ചെറിയ കഷ്ണം ഇങ്ങനെ അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിൽ ഞാൻ മുറിച്ചിടുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പുളി കൂടുതലാണെങ്കിൽ എടുത്ത് മാറ്റണം, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും മാത്രം മതി. ഇനി ഇതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ അരിഞ്ഞ് നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. മാങ്ങ അരിഞ്ഞ് ആവേശം കൂടി വന്നപ്പം ഞാൻ അടുത്തൊരു പീസും കൂടെ പൂളാനായിട്ട് പോയി. പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ. ചെറുതാക്കി ഒന്ന് തൊലി ചെത്തി എടുത്തിട്ട് ചെറുതാക്കി ആ ഭാഗം ഒന്ന് എടുത്തത് മാത്രമേ ഉള്ളൂ. കാരണം അപ്പോഴാണ് എൻ്റെ മനസ്സിൽ പുളി കൂടുതലാണല്ലോ എന്ന് ഓർമ്മ വന്നത്. പുളി കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ, പുളി കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു ചെറിയ ഭാഗം കൂടി ഒന്ന് ചേർത്തിട്ട് പെട്ടെന്ന് അത് ഓർമ്മയിലേക്ക് വന്നത് മാങ്ങേൻ്റെ പുളിയുടെ കാര്യം. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് ഇപ്രാവശ്യം കിട്ടിയ പച്ചമുളകിന് തീരെ എരിവില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു 3-4 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നടുവേ കീറിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പച്ചമുളകെല്ലാം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട, അത് വേവാൻ പാകത്തിനുള്ള വെള്ളം നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് അരപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് എന്തുമാത്രം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഞാൻ ചേർത്ത് കൊടുത്തത് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ അമ്മ സ്പെഷ്യൽ വെള്ളരിക്ക മാങ്ങയ്ക്ക് ടേസ്റ്റ് കൂടാൻ അമ്മ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്കും അത് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ചെറിയ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 3 അല്ലിയൊക്കെ എടുത്തോളൂ കേട്ടോ. 3 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അത് അത്രയും തന്നെ പാകം പോകുന്ന ഒരു കുഞ്ഞ് ഇഞ്ചി കഷ്ണം കൂടി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് പാകത്തിനൊന്ന് മൂത്തെടുക്കണം. കരിഞ്ഞു പോകരുത്, കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. അപ്പോൾ കരിയാതെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നല്ലൊരു പ്രത്യേക ഫ്ലേവർ വരും കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലാവും അത് സെറ്റാണ് എന്ന്. ഇനി അതിലേക്കുള്ള അരപ്പിനായിട്ട് ഞാനിവിടെ ഒരു കൈപ്പിടി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, 2-3 ചെറിയ ഉള്ളി, ഒരു നുള്ള പേരിന് ഇത്തിരി ജീരകവും അല്പം നമ്മുടെ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വഴറ്റി വെച്ചിരുന്ന ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ല ഫൈനാക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് നല്ല പാകത്തിന് നല്ല ഫൈനാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മൊബൈലിൻ്റെ ആ ഒരു വെട്ടം കൊണ്ട് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് കേട്ടോ. ആ ഒരു സമയത്തേക്ക് നമ്മുടെ വെള്ളരിക്ക നല്ല ഫൈനായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. വെള്ളരിക്കയുടെ ആ ഒരു കളറൊക്കെ ചേഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ആ വെള്ളരിക്ക വെന്ത് വന്നിട്ടുണ്ടെന്ന് കേട്ടോ. ഒരു വെള്ളത്തിൻ്റെയൊക്കെ ഒരു കളറ് പോലെ വരും, നമുക്ക് ആ ഒരു ഷെയ്ഡൊന്ന് മാറി വരും. തുടക്കക്കാരുണ്ടെങ്കിൽ അവരോടായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം നല്ല ഫൈനാക്കി വെന്ത് വന്നതിലേക്ക് നമുക്കിനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഒരുപാട് വെട്ടി തിളപ്പിക്കണ്ട. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ആ അരപ്പ് ചേർത്ത ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ അരച്ച ജാറിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ കറി ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി വെക്കുന്നത്. ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ച് നീട്ടിയെടുക്കുന്നില്ല. എനിക്ക് അത്യാവശ്യം കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഒരുപാട് ഇങ്ങനെ നീണ്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ചാറ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. പാകത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ്, എരിവ് ഒക്കെ പാകത്തിനുണ്ടോ, പുളിയൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുക കേട്ടോ. ഇനി പുളി കുറവാണെന്നുണ്ടെങ്കിൽ അല്പം മാങ്ങ എടുത്ത് സെപ്പറേറ്റ് ഒന്ന് വേവിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് മാങ്ങ കഷ്ണം മാത്രം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറിയിലേക്ക് അല്പം തിള വന്ന് തുടങ്ങിയായിരുന്നു. ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇങ്ങനെ പിരിഞ്ഞതുപോലെ ഇങ്ങനെ പീര പൊങ്ങി കിടക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാനത് സ്റ്റൗവിൽ നിന്നൊന്ന് വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പാൻ എടുപ്പത്ത് വെക്കാം. നമ്മുടെ കറിയിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ പാനിൽ എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എണ്ണ നല്ലോണം ചൂടായി വന്ന സമയത്ത് കടുക് ഇട്ട് കൊടുത്തു. കടുക് മണികളൊന്ന് കടുവിടാന്ന് പൊട്ടി തുടങ്ങിയ സമയത്ത് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തു കേട്ടോ. ഉള്ളി ജസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് വഴണ്ട് തുടങ്ങണമെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക് നടുവേ മുറിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. വറ്റൽമുളകും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ വീഡിയോ ഒന്ന് എടുത്തിട്ട് ഇന്നതിന് സൗണ്ട് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും പനിയാണ്. ഏട്ടനൊഴികെ ബാക്കി എല്ലാവർക്കും പനിയാണ്. സൗണ്ടൊക്കെ പോയി തൊണ്ടയൊക്കെ വല്ലാണ്ട് അടച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്നൊരു 3-4 ചുക്ക് കാപ്പിയെങ്കിലും ഞാൻ കുടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉള്ളി ഇതെല്ലാം ഒന്ന് വാടി മൂത്ത് തുടങ്ങിയപ്പോഴേക്കും ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. നമ്മുടെ കറിയുടെ സൗന്ദര്യം അല്പം കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തിൽ മാറി വന്ന സമയത്ത് നമ്മുടെ തിളച്ച് വന്ന കറിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഉള്ളിയുടെയൊക്കെ ആ ഒരു മൂപ്പിച്ച ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് ഈ കറിയിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങി വരും കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല കീട്ടു വെള്ളരിക്ക മാങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലി 1K ആയിട്ടുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. തുടർന്ന് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കത് ഒരുപാട് സന്തോഷമായി. ഇനി നമുക്ക് വാച്ചവറും കൂടി അതുപോലെ ഒന്ന് കൂട്ടിയെടുക്കണം. അപ്പോൾ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇന്ന് നമുക്ക് ലഞ്ചിന് ഇതൊക്കെയായിരുന്നു സ്പെഷ്യൽ. നല്ല ചീരത്തോരനും വെള്ളരിക്ക മാങ്ങയും ഉണക്ക കൊഴുവ വറുത്തതും നല്ല അടിപൊളി മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ, സീ യു.